എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 എക്കണോമിക്സിലെ മാക്രോയിൽ നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും. ആൻഡ് ഇത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി വരുന്ന +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാസ് മാർക്കിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം മലയാളത്തിലുള്ളത് പറയുന്നുണ്ട്, എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷിലുള്ളത് കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, സോ രണ്ട് ലാംഗ്വേജിലും പറയുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് ലെന്ത് കൂടി പോകാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ ആവശ്യമുള്ള പാർട്ടെങ്കിലും നിങ്ങൾ കണ്ടിട്ട് പോവുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്ററാണ്. ഇതിനകത്തുനിന്ന് 1 വേർഡൊക്കെയാണ് ഫസ്റ്റത്തെ ടോപ്പിക്കിൽ നിന്നൊക്കെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരിക്കണം 1 വേർഡ്സിന് വേണ്ടിയിട്ട്. ദെൻ നിങ്ങൾ ഈ ഒരു ബുക്കൊക്കെ കണ്ടില്ലേ, വെൽത്ത് ഓഫ് നേഷൻസ് എഴുതിയത് ആരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള 1 വേർഡ്സ് ഒക്കെയാണ് നമുക്ക് ചോദിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഇതൊരു 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ്. എല്ലാവരും കൃത്യമായിട്ട് പഠിച്ച് വെക്കുക കേട്ടോ. അത് ഏതെങ്കിലും രീതിക്കൊക്കെ ചോദിക്കാറുണ്ട് ആ ഒരു ടോപ്പിക്ക്. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തായിട്ട് 4 സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി, സമ്പദ് വ്യവസ്ഥയുടെ 4 സെക്ടേഴ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. നമ്മുടെ ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ 4 സെക്ടേഴ്സിൻ്റെ പേരുകൾ കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. 1 വേർഡിന് ചോദിക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, സോ നമുക്കതിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ആദ്യത്തെ ഇൻട്രൊഡക്ടറി ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു വെച്ചിരിക്കുക. അതിനകത്ത് നിന്ന് 1 വേർഡ്സ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. പിന്നെ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നൊരു ടോപ്പിക് കാണാൻ പറ്റും. ഇത് 4 മാർക്കിന് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വയ്ക്കുക, എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് 4 സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. ഓക്കെ, 4 സെക്ടേഴ്സ്, എക്കോണമിയുടെ 4 സെക്ടേഴ്സിനെ പറ്റിയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആ 4 സെക്ടേഴ്സിൻ്റെ പേര് അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. അത് 1 വേർഡിനൊക്കെ ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടതുള്ളൂ. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറയുന്ന 2ാമത്തെ പാഠമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ആദ്യം ഫസ്റ്റത്തെ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ ചില അടിസ്ഥാന ആശയങ്ങളെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ആക്ച്വലി ഒരു 2 മാർക്ക് അല്ലെങ്കിൽ ആ ഒരു 1 വേർഡ് സെക്ഷനിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഉള്ളത്. ഈ അന്തിമ ഉൽപ്പന്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പല ഉൽപ്പന്നങ്ങളെ പറ്റി ഇതിനകത്ത് മെൻഷൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. അന്തിമ ഉൽപ്പന്നം ഉപഭോഗ ഉൽപ്പന്നങ്ങൾ എന്താണ്, മൂലധന ഉൽപ്പന്നങ്ങൾ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ദീർഘകാലം നിലനിൽക്കുന്ന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്താണ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതൊരു വലിയ ടോപ്പിക്കാണ് എങ്കിൽ പോലും ഇതിനകത്ത് ഈ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് അതെന്താണ് കാര്യമെന്നും അതിന് കുറേ ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ആ ഉദാഹരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമുക്കൊരു 1 വേർഡിനോ അല്ലെങ്കിൽ 2 മാർക്ക് സെക്ഷനിലൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ശേഖരവും പ്രവാഹവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ശേഖരം, പ്രവാഹം, ഇതും 1 വേർഡിന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 2 മാർക്കിനോ 3 മാർക്കിനൊക്കെയോ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശേഖരം പഠിക്കുമ്പോൾ എന്താണ് ശേഖരമെന്നും അതിന് ഉദാഹരണങ്ങളോടൊപ്പം എന്ത് ചെയ്യണം, എക്സാമ്പിൾസ് ഉൾപ്പെടെ നിങ്ങൾ പഠിക്കുക. ശേഖരത്തിനും പ്രവാഹത്തിനും എക്സാമ്പിൾസ് വെച്ചിട്ട് കൂടിയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതുന്ന എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കൃത്യമായിട്ട് പഠിക്കുക. നമ്മളൊരു ഈ ഒരു ഗ്രാഫാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രാഫൊക്കെ എല്ലാവരും വരയ്ക്കാൻ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഒന്നും എഴുതാൻ അറിയത്തില്ല. ചാക്രിക പ്രവാഹം ചോദിക്കുമ്പോൾ എനിക്ക് എഴുതാനായിട്ടൊന്നും അറിയത്തില്ല, എന്നിരുന്നാൽ പോലും ഈ ഗ്രാഫ് മാത്രം വരച്ച് വയ്ക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഗ്രാഫെങ്കിലും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെങ്കിലും കൂടി എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് അവിടെ നമുക്ക് കിട്ടും. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഗ്രാഫ് തന്നെയാണ്. നമ്മൾ എഴുതുന്നതിനേക്കാളും ഗ്രാഫിന് തന്നെയാണ് ഏറ്റവും വാല്യൂ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാഫ് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം. പിന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട, വളരെ മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മുടെ നാഷണൽ ഇൻകം, അതായത് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളെ പറ്റിയിട്ട്. ഓക്കെ, പ്രധാനമായിട്ടും 3 രീതികളാണുള്ളത്. ഒന്ന് ഉൽപ്പന്ന അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് 2ാമത്തെ രീതിയാണ് ചെലവ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപ്പന്ന രീതി, ചെലവ് രീതി. ദെൻ 3ാമത് വരുന്നതാണ് വരുമാന രീതി. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള 3 രീതികളാണ്, അല്ലെങ്കിൽ 3 മാർഗ്ഗങ്ങളാണ് ഉൽപ്പന്ന രീതി, ചെലവ് രീതി, വരുമാന രീതി എന്നിവ. ഓക്കെ, അപ്പോൾ ഇത് 3
എന്താണ് നല്ല രീതിക്ക് എക്സ്പ്ലനേഷനോട് കൂടി തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, കാരണം ഇത് നമുക്ക് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു എസ്സേ ചോദ്യമാണ്. അല്ലെങ്കിൽ ഷോർട്ട് എസ്സേയുടെ സെക്ഷനിൽ നമുക്ക് ഉറപ്പായിട്ടും വരും. ഇതില്ലാത്തൊരു ചോദ്യപേപ്പർ വരത്തില്ല. ഓക്കെ, കാരണം ബിക്കോസ് PYQs അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ 3 നിങ്ങൾ എക്സ്പ്ലനേഷനോട് കൂടി തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, എങ്ങനെ വേണോ നമുക്ക് എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഷോർട്ട് എസ്സേക്കോ എസ്സേക്കോ ഒക്കെ വരാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ദെൻ ഇനി വരുന്നത് ചില സ്ഥൂല സാമ്പത്തിക സമവാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. ഇത് ആക്ച്വലി കുറേ ഇക്വേഷൻസ് ഉണ്ട്. അത് ഇത്തിരി ടഫായിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അത് ഒരു 1 വേർഡിൻ്റെ സെക്ഷനിലോ അല്ലെങ്കിൽ ആ ഇക്വേഷൻ വെച്ചിട്ട് കണക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പഠിച്ചിട്ട് പോവുക. ഇനി നോക്കിക്കേ, വളരെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പണാത്മക GDPയും യഥാർത്ഥ GDPയും എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് രണ്ടും ചേർത്തിട്ടാണ് നമ്മൾ GDP ഡിഫ്ലേറ്റർ, ഇവ തമ്മിലുള്ള റേഷ്യോനെയാണ് ആക്ച്വലി GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ GDP ഡിഫ്ലേറ്റർ എന്താണെന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് കണക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഈ GDP ഡിഫ്ലേറ്റർ വെച്ചിട്ട് ഷോർട്ട് എസ്സേ മോഡലൊക്കെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കണക്കും ചെയ്യാൻ പഠിക്കുക. GDP ഡിഫ്ലാറ്ററിനെ പറ്റിയിട്ടും എഴുതാനായിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് GDPയും ക്ഷേമവും എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് പക്ക തിയറി പോർഷനാണ്, എല്ലാവർക്കും പഠിച്ചു വെക്കാൻ പറ്റുന്ന പോർഷനാണ്. സോ GDP ക്ഷേമവും ഇത് 8 മാർക്കിന് ചോദിക്കുന്ന എസ്സേ ചോദ്യമാണ്. 8 മാർക്കിന് വന്നില്ലെങ്കിൽ ഷോർട്ട് എസ്സേയുടെ സെക്ഷനിൽ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. സോ ദാറ്റ് ഈസ് GDPയും ക്ഷേമവും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് കേട്ടോ. അതാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ, സോ നമുക്കിനി ഇംഗ്ലീഷ് മീഡിയത്തിൽ നോക്കാം. നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാക്രോയിലെ. സോ ഇവിടെ ആദ്യമേ തന്നെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ എന്താണ് നോക്കിയ ഫൈനൽ ഗുഡ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈനൽ ഗുഡ്, അതുപോലെ തന്നെ കൺസെപ്ഷൻ ഗുഡ്സ് എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സ് എന്താണ്, ഇങ്ങനെ കുറച്ച് ഗുഡ്സിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് കൂടുതലായിട്ടൊന്നും വായിക്കാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ ഈ ഗുഡ്സ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ആൻഡ് ഓൾസോ അതിൻ്റെ എക്സാമ്പിൾസ് ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കുക. കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, ഇതൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇതിനിടയിലുണ്ട് കേട്ടോ, ഞാൻ വരച്ചു തരാം. സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ്, വളരെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ് 1 വേർഡിനും അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എവിടെ പഠിക്കുമ്പോൾ സ്റ്റോക്സിനും ഫ്ലോസിനും എക്സാമ്പിൾസ് ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കാരണം എക്സാമ്പിൾസ് കൂടി ചേർത്തായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് സർക്കുലാർ ഫ്ലോ ഓഫ് ഇൻകം ആണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ നിർബന്ധമായിട്ട് പഠിക്കുക സർക്കുലാർ ഫ്ലോ ഓഫ് ഇൻകം. അപ്പോൾ അവിടെ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, ഈ ഒരു ഗ്രാഫാണ് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഗ്രാഫ് നിങ്ങൾ കൃത്യമായിട്ട് വരച്ച് പഠിച്ചിട്ട് പോവുക. ഗ്രാഫ് വരച്ചാൽ തന്നെ നമുക്കവിടെ മാർക്ക് കിട്ടും. ഒരു 5 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ അങ്ങനെയൊക്കെ ആയിരിക്കും സർക്കുലാർ ഫ്ലോ ഓഫ് ഇൻകം ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ എക്സ്പ്ലനേഷൻ ഒന്നും എഴുതാൻ അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഗ്രാഫെങ്കിലും വരച്ച് വെക്കണം. ഓക്കെ, ഗ്രാഫ് വരയ്ക്കാണ്ടിരിക്കരുത് കേട്ടോ. ഗ്രാഫാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളത് പോലെ തന്നെ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ, അതായത് നമ്മുടെ നാഷണൽ ഇൻകം എങ്ങനെയാണ് കണക്കാക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അതിന് പ്രധാനമായിട്ടും 3 മെത്തേഡുകളാണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയും അല്ലേ. സോ പ്രോഡക്റ്റ് മെത്തേഡ് ഉണ്ട്. പിന്നെ ഏതാണ് വരുന്നത്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. ഓക്കെ, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പിന്നെ മൂന്നാമത് വരുന്നതാണ് ഇൻകം മെത്തേഡ്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് കേട്ടോ, ഈ ഇടയിലൊക്കെ കൊടുത്തിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് എഴുതി തരാം. ഏതൊക്കെ മെത്തേഡാണ്, പ്രോഡക്റ്റ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്, പിന്നെ ഏതാണുള്ളത്, ഇൻകം മെത്തേഡ് കൂടി ഉണ്ട് കേട്ടോ. ഈ 3 മെത്തേഡ്സാണ് നമുക്ക് എന്തിനുള്ളത്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 രീതികൾ അല്ലെങ്കിൽ 3 മെത്തേഡുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 3 മെത്തേഡ്സിനെ പറ്റിയിട്ടും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. 8 മാർക്കിന് എസ്സേക്ക് ചോദിക്കുന്നതാണ്. 8 മാർക്കിന് വന്നില്ലെങ്കിൽ ഷോർട്ട് എസ്സേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. പിന്നെ അതേ നോക്കിയേ, സം മാക്രോ എക്കണോമിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. ഇതിനകത്ത് കുറേ ഇക്വേഷൻസ് ആണുള്ളത്. അത് വെച്ചിട്ട് കണക്കും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ഇക്വേഷൻസ് വെച്ചിട്ട് 1 വേർഡായിട്ടും ചോദ്യം വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്തിരി ടഫാണ്, എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും അത് ഇത്തിരി ടഫായിട്ട് ഫീൽ ചെയ്തേക്കാം. സോ പഠിക്കാൻ പറ്റുമെന്നുള്ളവർ അതൊന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് GDP ഡിഫ്ലാറ്റർ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അതായത് GDP ഡിഫ്ലാറ്റർ
ഇവിടെ കാണുന്നുണ്ടോ, റിയൽ ജി ഡി പി, നോമിനൽ ജി ഡി പി, ഇവ തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് നമ്മൾ ജി ഡി പി ഡിഫ്ലാറ്റർ എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ജി ഡി പി ഡിഫ്ലാറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു കണക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ജി ഡി പി ഡിഫ്ലാറ്റർ ദാറ്റ് ഈസ് അതിനകത്താണ് റിയൽ ജി ഡി പി, നോമിനൽ ജി ഡി പി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം കണ്ടായിരുന്നോ, ജി ഡി പി ആൻഡ് വെൽഫെയർ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. ഇത് മസ്റ്റായിട്ടും പഠിക്കുക. 8 മാർക്കിൻ്റെ എസ്സേ ടോപ്പിക്കാണ്. 8 മാർക്കിന് വന്നില്ലെങ്കിൽ ഷോർട്ട് എസ്സേക്ക് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് നോക്കിയിട്ട് പോകാം കേട്ടോ. ഇത് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം കാര്യങ്ങളും കവർ ചെയ്ത് തന്നെ പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കുക. ഇനി നമുക്ക് വരുന്നത് മൂന്നാമത്തെ പാഠമാണ്, പണവും ബാങ്കിങ് സംവിധാനവും എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് പറയാം, വീഡിയോയുടെ ലെന്ത് നന്നായിട്ട് കൂടുന്നുണ്ട്. സോ ആദ്യമേ തന്നെ പണത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ഓക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ആ ജസ്റ്റ് മെയിൻ പോയിൻറ്റ്സ് മാത്രമായിട്ടെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് വാണിജ്യ ബാങ്കുകളെ പറ്റിയിട്ട് പഠിക്കുക. അതിൻ്റെയും കുറേ ധർമ്മങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, സവിശേഷതകളൊക്കെ. അതും നിങ്ങൾ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് വായിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതൊക്കെ വരികയാണെങ്കിലും ഒരു ഷോർട്ട് എസ്സേ ലെവലിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു കാര്യം എന്താണ് കേന്ദ്ര ബാങ്ക് എന്നാണ് അടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഇതാ കാണുന്നുണ്ടല്ലോ, കേന്ദ്ര ബാങ്ക് എന്താന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന് നമുക്ക് എസ്സേ ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്. കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങളാണ്. ഓക്കെ, ഞാനത് സ്പെഷ്യലായിട്ട് അതിൻ്റെ ക്ലാസ്സും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, കേന്ദ്ര ബാങ്കിൻ്റെ ഫ്യൂച്ചേഴ്സ്, ഓക്കെ കേന്ദ്ര ബാങ്ക്, അത് കൃത്യമായിട്ട് പഠിക്കുക. 8 മാർക്കിന് വന്നില്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടാലും ചോദിക്കും. ഇനി നോക്കിക്കാൻ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് പണത്തിൻ്റെ പ്രധാനം നിയന്ത്രിക്കുന്നതിനുള്ള നയ ഉപാധികൾ എന്തൊക്കെയാണ്. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് കേട്ടിട്ടില്ലേ? അതാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. 8 മാർക്കിന് എസ്സേക്കും ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 8 മാർക്കിന് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ CRR, SLRനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ബാങ്ക് റേറ്റിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അത് ഫുൾ എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. പിന്നെ അതേ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം കണ്ടായിരുന്നു, M1, M2, M3, M4 എന്ന് പറഞ്ഞിട്ട് 4 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, സോ ഇത് നമുക്ക് 1 വേർഡിന് ചോദിക്കാറുണ്ട്. ഈ ഒരു M1, M2, M3, M4 കൃത്യമായിട്ട് പഠിക്കുക. ഇതിൻ്റെ ഒരു മേജർ ടോപ്പിക്ക് വരുന്നത് ഇതാ നോക്കിയ, പരിമിത പണവും വിശാല പണവും നിയമപരമായ നിർവചനം. ഇതാണ് ഈ ടോപ്പിക്കിനകത്താണ് അത് 4 ഇക്വേഷൻസ് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഈ ടോപ്പിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഷോർട്ട് എസ്സേക്കും ഈ ഇക്വേഷൻസ് എഴുതാൻ ചോദിക്കാം, മീൻസ് 2 3 മാർക്കിനൊക്കെ. അപ്പോൾ നിർബന്ധമായിട്ട് അത് ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. സോ നമുക്കിനി ഇംഗ്ലീഷ് മീഡിയം നോക്കാം. മണി ആൻഡ് ബാങ്കിങ് ആണ് നമ്മുടെ മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ആദ്യമേ തന്നെ ഫങ്ഷൻസ് ഓഫ് മണിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. മെയിൻ പോയിൻറ്റ്സ് ഒക്കെ പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ജസ്റ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ആ പോയിൻറ്റ്സ് മാത്രം ഒന്ന് നോക്കിയിട്ട് പോയാൽ മതിയാവും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് പഠിക്കേണ്ടത് സെൻട്രൽ ബാങ്കാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന് ചോദിക്കുന്ന എസ്സേ ടോപ്പിക്കാണ്. PYQയിലും വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇത് 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ട് വരാം. സോ സെൻട്രൽ ബാങ്ക് കൃത്യമായിട്ട്, സെൻട്രൽ ബാങ്കിൻ്റെ ഫ്യൂച്ചേഴ്സാണ് ചോദിക്കുന്നത്. സോ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതാണ് മോണിറ്ററി പോളിസി. ഓക്കെ, മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ മണി സപ്ലൈ നിയന്ത്രിക്കാനുള്ള ഉപാധികളാണ്. ഓക്കെ, അതിനുള്ള മെത്തേഡ്സ് ആണ് ഈ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. മീൻസ് മണി സപ്ലൈ അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് നിർത്താനുള്ള പോളിസിയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് നമ്മുടെ RBI സെൻട്രൽ ബാങ്ക് തന്നെ എടുക്കുന്ന ഒരു പോളിസിയാണ്. ഇതിനകത്താണ് നമ്മൾ CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ബാങ്ക് റേറ്റിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. 8 മാർക്കിന് ചോദിക്കുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ്. ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 8 മാർക്കിന് വന്നില്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ട് ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമായിട്ട് നേരോ ആൻഡ് ബ്രോഡ് മണി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അതിനകത്ത് M1, M2, M3, M4 ഓക്കെ, ഇങ്ങനെ 4 സംഭവങ്ങളുടെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. M1, M2, M3, M4 ഒക്കെ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ച് വയ്ക്കുക, ബൈ ഹാർട്ടാക്കി. 1 വേർഡ് നമുക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 2 3 മാർക്കിനും ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഇനി നമുക്ക് വരുന്നത് 4ാമത്തെ പാഠമാണ്, വരുമാനത്തിൻ്റെയും തൊഴിലിൻ്റെയും നിർണ്ണയം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ തന്നെ സഞ്ചിത ചോദനവും അതിൻ്റെ ഘടകങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞിട്ട് ഒരു ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പഠിക്കുക നിങ്ങൾ. ദെൻ അതിൻ്റെ ഘടകങ്ങളെന്ന് പറയുമ്പോൾ ഉപഭോഗവും വരുന്നുണ്ട്, അതുപോലെ തന്നെ നിക്ഷേപവും വരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ആ 2 മെയിൻ ഘടകങ്ങളെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ്വിമേഖലാ മാതൃകയിലെ വരുമാന നിർണ്ണയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എസ്സേക്കോ
മീൻസ് 8 മാർക്കിനോ ഒക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ആ ഘടകങ്ങളെ പറ്റിയിട്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഓക്കെ, എസ്സേക്ക് വരുന്ന സമയത്ത് കേട്ടോ. ഇത് എവിടെ പഠിക്കുന്ന ദ്വിമേഖല മാതൃകയ്ക്കകത്തുള്ള വരുമാന നിർണ്ണയം. നിങ്ങൾക്കറിയാം ദ്വിമേഖല മാതൃക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ നിക്ഷേപവും ഉപഭോഗവുമാണ്, മീൻസ് ഉപഭോഗമാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം അത് രണ്ടും വച്ചിട്ടുള്ള വരുമാന നിർണ്ണയം എങ്ങനെയാണ്, അവിടെ വരുന്ന സമതുലിത വരുമാനത്തിൻ്റെ നിർണ്ണയം, മീൻസ് ആ സമതുലിതാവസ്ഥ എങ്ങനെയാണ്, അത് അത്രയും റിലേറ്റഡ് ആയിട്ട് ഒരു എസ്സേ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അത് ഈ പറഞ്ഞ ടോപ്പിക്സ് ഇത്രയൊന്ന് കവർ ചെയ്ത് വായിച്ചാലാണ് ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ പ്ലേലിസ്റ്റിനകത്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ എസ്സേക്ക് വേണ്ടിയിട്ട് എക്സാമിൻ്റെ എക്കണോമിക്സിൽ നിന്ന് പഠിക്കേണ്ട എസ്സേക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസിനകത്ത് ഇത് എസ്സേ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇത് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ അത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട കാര്യം, ഇതിനിടയിൽ കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരിക്കുന്നത് നല്ലതാണ്, ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അടുത്ത് പ്രധാനമായിട്ട് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുമ്പോൾ ഗുണക പ്രക്രിയയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒരു 2 മാർക്കിനോ 1 വേർഡിനോ 3 മാർക്കിനോ ആ ഒരു റേറ്റിനൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. സോ ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. 4ാമത്തെ പാഠമാണ് അടുത്ത് വരുന്നത്, ഇൻകം ഡിറ്റർമിനേഷൻ. അപ്പോൾ ഇതിനകത്ത് ആദ്യം എക്സ് ആൻഡ് എക്സ്പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അതായത് എക്സ് ആൻഡ് കൺസെപ്ഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യം, കൺസെപ്ഷനും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറയുന്നത്, എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു ടോപ്പിക്ക് ഷോർട്ട് എസ്സേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്നത് ഇക്വിലിബ്രിയം ഇൻ എ 2 സെക്ടർ എക്കോണമി. ഇങ്ങനൊരു ചോദ്യം എസ്സേക്കോ ഷോർട്ട് എസ്സേക്കോ ചോദിക്കാറുണ്ട്. ഈ ഒരു കാര്യം തന്നെയാണ് ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ടും പറഞ്ഞു വെക്കുന്നതും. അതായത് 2 സെക്ടർ എക്കോണമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റും കൺസപ്ഷനും മാത്രമേ ഉള്ളൂ. സോ ആ ഒരു എക്കോണമിക്കകത്ത് 2 സെക്ടർ എക്കോണമിയിൽ വരുന്ന ഇക്വിലിബ്രിയം എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുക. അപ്പോൾ അവിടെ ഗ്രാഫും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇത് എസ്സേക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സ് ആൻഡ് എക്സ്പോസ്റ്റ് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് എഴുതി വെക്കണം, എങ്കിലേ അവിടെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഈ ഒരു കാര്യം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എസ്സേക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ അകത്ത് പറയുന്നുണ്ട്. ഇനി ആ വീഡിയോ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റിനകത്തുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതാണ് മൾട്ടിപ്ലയർ മെക്കാനിസം എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഈ ഒരു ടോപ്പിക്ക് ഒരു 2-3 മാർക്കിനോ അല്ലെങ്കിൽ 1 വേർഡിനോ ഒക്കെ ചോദിക്കുന്നതാണ്, നോക്കിയിട്ട് പോകും. ഇനി നമുക്ക് വരുന്നത് 5ാമത്തെ പാഠമാണ്, ഗവൺമെൻറ് ബജറ്റും സമ്പദ്ഘടനയും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം എന്താ പഠിക്കേണ്ടത്, ബജറ്റ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥവും മീൻസ് അതിൻ്റെ ഘടകങ്ങളും. ഓക്കെ, അത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇതിനകത്ത് ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ടല്ലോ, എവിടെ? ഈ ഒരു ഗ്രാഫ് സർക്കാർ ബജറ്റ്, അതിനെ റവന്യൂ ബജറ്റ് എന്ന് മൂലധന ബജറ്റ് എന്ന് തിരിക്കുന്നു. പിന്നെ അതിൻ്റെ കുറേ ക്ലാസിഫിക്കേഷൻസ് ഘടകങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, എവിടെ ആക്ച്വലി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പഠിക്കാം. മേ ബി ചിലപ്പോൾ ഇതൊക്കെ എസ്സേക്കും ഷോർട്ട് എസ്സേക്കും വരാനും ചാൻസ് ഉണ്ട്. അല്ല, നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കാൻ ടൈം കിട്ടിയില്ല എന്നാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഗ്രാഫെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അഥവാ ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതെങ്കിലും വരച്ച് വെച്ചാൽ നമുക്ക് പകുതി മാർക്കെങ്കിലും കിട്ടുമല്ലോ. ഓക്കെ, ദെൻ നിങ്ങൾ വായിച്ചിട്ട് പോവുക. ഈസിയാണ്, എക്സ്പ്ലനേഷനൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ഒരുപാടുണ്ട് എങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി എഴുതിയാൽ മതിയാവും. ഓക്കെ, പക്ഷേ ഈ പേരുകളൊക്കെ അതുപോലെ തന്നെ വരണം. ഈ റവന്യൂ ബജറ്റ്, റവന്യൂ വരുമാനം, റവന്യൂ ചെലവ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതേ സന്തുലിത മിച്ച കമ്മി ബജറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് 2-3 മാർക്കിനോ അല്ലെങ്കിൽ 1 വേർഡിൻ്റെ ഒക്കെ സെക്ഷനിൽ ചോദിക്കാറുണ്ട്. സന്തുലിത മിച്ച കമ്മി ബജറ്റ്, ഇത് 3 തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ. ദെൻ അടുത്ത മെഷേഴ്സ് ഓഫ് ഗവൺമെൻറ് ഡെഫിസിറ്റ്, ദാറ്റ് ഈസ് സർക്കാർ കമ്മി തിട്ടപ്പെടുത്തൽ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഷോർട്ട് എസ്സേക്ക് വേണ്ടിയിട്ട് പഠിക്കുക. അതിനകത്ത് 3 ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വായിച്ച് നോക്കിയാൽ മതി. സർക്കാർ കമ്മി തിട്ടപ്പെടുത്തൽ എന്ന് പറഞ്ഞിട്ടാണ് ആ ടോപ്പിക്ക് വരുന്നത്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ പ്രാഥമിക കമ്മിയൊക്കെ അതിനകത്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് കണക്കൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇക്വേഷൻ ഉണ്ട്, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് കണക്കും ചോദിക്കാറുണ്ട്. പിന്നെ ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിനകത്ത് അടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് ത്രിമേഖല സമ്പദ് ഘടനയിലുള്ള സന്തുലിതാവസ്ഥയെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടത് എന്തായിരുന്നു, ദ്വിമേഖലയായിരുന്നു. അതായത് ഉപഭോഗവും അതുപോലെ തന്നെ നിക്ഷേപവും മാത്രമുള്ളത്. ഓക്കെ, എവിടെ പറഞ്ഞത് ത്രിമേഖലയാണ്. അപ്പോൾ എവിടെ എന്തുകൂടി വരും, സർക്കാർ കൂടി വരും, മീൻസ് ഗവൺമെൻറ് സെക്ടർ കൂടി ഇതിനകത്ത് വരും. അപ്പോൾ അതുകൂടി വരുമ്പോഴാണ് അത് ത്രിമേഖല 3 എന്നുള്ള നിലയ്ക്ക് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ത്രിമേഖല
എന്താണ് സമ്പദ്ഘടനയ്ക്കകത്തെ സന്തുലിതാവസ്ഥ എങ്ങനെയാണ് എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം നമുക്ക് ഷോർട്ട് എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് ഗ്രാഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അവിടെ അങ്ങനെ പറഞ്ഞിട്ടൊരു ടോപ്പിക് അവിടെ ആക്ച്വലി അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷേ ഇനി ഈ ചാപ്റ്ററിൻ്റെ ആ ഒരു ബാക്കി ഇതിനകത്ത് പറയുന്ന മെയിൻ കാര്യം അതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമുക്ക് ആ രീതിക്ക് ചോദിക്കാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, കുറച്ച് ഗ്രാഫും ഇതുപോലത്തെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ത്രിമേഖല സമ്പദ്ഘടനയ്ക്കകത്തെ സന്തുലിതാവസ്ഥയെ പറ്റിയിട്ടായിരിക്കും നമുക്ക് ചോദ്യം ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? പിന്നെ വേറൊരു കാര്യം ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. നമ്മുടെ ആ 4ാമത്തെ പാഠത്തിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് MPC അതുപോലെ തന്നെ MPS എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഫസ്റ്റ് കാണിച്ചു തന്ന ടോപ്പിക്കിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇത് എടുത്ത് പറയാനുള്ള കാര്യം ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. ഇതൊക്കെ MPC കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ കണക്ക് ചോദിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്താ വൺ വേർഡ് ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യമൊക്കെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഇത് ആക്ച്വലി 4ാമത്തെ പാഠത്തിലുള്ളതാണ് കേട്ടോ, കഴിഞ്ഞ ചാപ്റ്ററിലുള്ളതാണ്. എടുത്ത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ നോക്കാം. 5ാമത്തെ പാഠമാണ് വരുന്നത്, ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദ എക്കോണമി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിനകത്ത് ബഡ്ജറ്റ് എന്താണെന്നുള്ളത് തന്നെയാണ് ആദ്യം പഠിക്കേണ്ടത്. അതിൻ്റെ കമ്പോണൻസ് ഓഫ് ദ ഗവൺമെൻറ് ബഡ്ജറ്റ്. സോ ഇവിടെ ഒരു ഗ്രാഫായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ കമ്പോണൻസ് കൃത്യമായിട്ട് പഠിക്കുക. എസ്സേക്കോ ഷോർട്ട് എസ്സേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു ഗ്രാഫെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മെഷേഴ്സ് ഓഫ് ഗവൺമെൻറ് ഡെഫിസിറ്റ്. ഗവൺമെൻറ് ഡെഫിസിറ്റിൻ്റെ മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഷോർട്ട് എസ്സേക്ക് ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്. ഇതിനകത്ത് റവന്യൂ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 കാര്യങ്ങളും അതിൻ്റെ 3 ഇക്വേഷൻസും എക്സ്പ്ലനേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് വെച്ചിട്ട് കണക്കും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഗവൺമെൻറ് ഡെഫിസിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ ഫിസിക്കൽ പോളിസി വരുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കേണ്ടത്, ഇതിനകത്ത് മെയിൻലി നമ്മൾ പഠിക്കുന്നൊരു കാര്യം 3 സെക്ടർ എക്കോണമിക്കകത്തെ ഇക്വിലിബ്രിയത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുന്നത് 3 സെക്ടർ സെക്ടറിനകത്തുള്ള ഇക്വിലിബ്രിയത്തെ പറ്റിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇവിടെ അങ്ങനെ തന്നെ ഒരു ടോപ്പിക്ക് കാണാനായിട്ട് ഉണ്ടാവില്ല, പക്ഷേ ഇതിനകത്ത് പറയുന്ന കാര്യം ഫുൾ അതാണ്. ഓക്കെ, സോ 3 സെക്ടർ എക്കോണമി എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെൻറ് കൂടി വരുന്ന സെക്ടറാണ് 3 സെക്ടർ എക്കോണമി അല്ലേ. സോ ആ 3 സെക്ടർ എക്കോണമിക്കകത്ത് ഇക്വിലിബ്രിയം നമ്മൾ അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് അതൊക്കെ. നമ്മൾ കഴിഞ്ഞ 4th ചാപ്റ്ററിൽ എന്തായിരുന്നു പറഞ്ഞത്, 2 സെക്ടർ എക്കോണമിക്കകത്ത് ഇക്വിലിബ്രിയം ആയിരുന്നു. പക്ഷേ ഇവിടെ 3 സെക്ടർ എക്കോണമിയാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഒരു ചെറിയ ടോപ്പിക്കാണ് സർപ്ലസ് ബഡ്ജറ്റ് എന്താണ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്താണ്, അതുപോലെ തന്നെ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്താണ്. ഓക്കെ, അപ്പോൾ ഇത് 3 കൂടി നിങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇത് ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇടയ്ക്കൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതാണ് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് ഇങ്ങനെ എഴുതി കാണിച്ചു തരുന്നത്. സർപ്ലസ് ബഡ്ജറ്റും ഡെഫിസിറ്റ് ബഡ്ജറ്റും ബാലൻസ്ഡ് ബഡ്ജറ്റും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കഴിഞ്ഞ 4th ചാപ്റ്ററിനകത്ത് ആദ്യം പറഞ്ഞില്ലേ എക്സ് ആൻഡ് എക്സ്പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. ആ ഫസ്റ്റ് ടോപ്പിക്കിനകത്ത് തന്നെ നമ്മൾ MPC എന്താ MPS എന്താന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ഒപ്പം പഠിച്ചു പോകുന്ന കാര്യമാണ്. പക്ഷേ ഇത് എടുത്ത് പറയാനുള്ള കാരണം MPC MPS ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ കൂടിയാണ് കേട്ടോ. ഇത് MPC കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കണക്കൊക്കെ ചോദിക്കാറുണ്ട് 2-3 മാർക്കിനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് എടുത്ത് പറഞ്ഞത്. അവിടെ പറയാൻ വിട്ടുപോയി, അതാണിപ്പോൾ എവിടെ പറഞ്ഞത്. ഇനി നമുക്ക് വരുന്നത് ഏറ്റവും അവസാനത്തെ 6ാമത്തെ പാഠമാണ് സ്ഥൂല ധനശാസ്ത്രവും തുറന്ന സമ്പദ്ഘടനയും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഇവിടെ ആദ്യമേ തന്നെ പുറംബന്ധങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായും എങ്ങനെയൊക്കെയാണ് പുറംബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് സമ്പദ്ഘടന എന്നുള്ള കാര്യം, ഈ 3 പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും പഠിക്കേണ്ട കാര്യമാണ് അടവ് ശിഷ്ടം, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, അടവ് ശിഷ്ടം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, എവിടെ ആക്ച്വലി അടവ് ശിഷ്ടം എന്ന് വെച്ചാൽ ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ്, BOP. അതുപോലെ തന്നെ BOT കൂടി പഠിക്കുക. ബാലൻസ് ഓഫ് ട്രേഡിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടായിരിക്കും നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാനൊക്കെ പറഞ്ഞിട്ടൊരു 3-4 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ടാവുക. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സോ BOPയും BOTയും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം കൂടി പഠിക്കുക, വിനിമയ നിരക്ക് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ വിനിമയ നിരക്ക് നമുക്കൊരു ഷോർട്ട് എസ്സേ ലെവലിലൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിനകത്ത്
3 പ്രധാന വിനിമയ നിരക്കിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് പോകാം കേട്ടോ. ദെൻ ഇതിനകത്ത് വേറെയും കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് ഉണ്ട്. അതൊക്കെ സമയം കിട്ടുന്നവരൊന്ന് വായിച്ച് വെക്കാം. നമുക്ക് 2 മാർക്ക് 1 വേർഡിനൊക്കെ അതൊക്കെ അതിൽ നിന്നൊക്കെ വരാറുണ്ട് ക്വസ്റ്റ്യൻസൊക്കെ. പക്ഷെ അല്ലാണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമ്പോൾ ഇത് രണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് എന്താണ്, ഇംഗ്ലീഷ് മീഡിയത്തിലെ ചാപ്റ്ററാണ്. ഏറ്റവും അവസാനത്തെ പാഠം 6ാമത്തെ ചാപ്റ്റർ, ഓപ്പൺ എക്കോണമി, മാക്രോ എക്കണോമിക്സ്. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ തന്നെ എങ്ങനെയാണ് നമ്മുടെ എക്കോണമീസ് പുറം ലോകമായിട്ട് പുറം രാജ്യങ്ങളായി ബന്ധം ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് ഈ 3 പോയിന്റിൽ കൊടുത്തിട്ടുള്ളത്. അത് 3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ച് വെക്കേണ്ട കാര്യമാണ്. 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ ലീക്കേജ്, ഇഞ്ചക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇതിനകത്ത് കുറേ ഇങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്കുകളുണ്ട്. അതൊക്കെ 1 വേർഡിനോ 2 മാർക്കിനോ ഒക്കെ ഇടയ്ക്കൊക്കെ ചോദിക്കാറുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ ബാലൻസ് ഓഫ് ട്രേഡ്, BOT എന്താണ്, BOP എന്നും BOT എന്നും പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. സോ ഇത് രണ്ടും കമ്പയർ ചെയ്ത് എഴുതാനൊക്കെ 3-4 മാർക്കിന് ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ BOP, BOT. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പഠിക്കുക, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സും ബാലൻസ് ഓഫ് ട്രേഡും. പിന്നെ നിങ്ങൾക്ക് ഡിറ്റർമിനേഷൻ ഓഫ് ദ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് 3 എക്സ്ചേഞ്ച് റേറ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു ഷോർട്ട് എസ്സേക്കോ എസ്സേക്കോ ഒക്കെ ചോദിക്കുന്ന ടോപ്പിക്കാണ്. മിക്കവാറും ഷോർട്ട് എസ്സേക്ക് ഒക്കെ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. സോ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റും മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റും ഒക്കെ പറയുന്നുണ്ട്. 3 ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് പറയാനുള്ളത്. നമുക്ക് വേറെയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതിനകത്തൊക്കെ ഒരു 1 വേർഡ് ടൈപ്പ് അല്ലെങ്കിൽ ചെറിയ മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ നമ്മൾ എക്കണോമിക്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് തരാനും മറന്നു പോകരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഏതെങ്കിലും ടോപ്പിക്സ് ക്ലാസ് ആയിട്ട് എടുത്തു തരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിച്ചിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.